അപ്പോൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ആണ് ഈ സെക്കൻഡ് മൊഡ്യൂളിലുള്ളത് ബാക്കിയുള്ള ഭാഗം. അപ്പോൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? രണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷൻസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മളതിനെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ ട്രാൻസിഷൻസ് നടക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് വളരെയധികം ആണ്, വെരി ഹൈ ആണ്. അതുപോലെ UV അല്ലെങ്കിൽ വിസിബിൾ റേഞ്ച് ഫോട്ടോൺസ് ആണ് ഈ ട്രാൻസിഷൻസിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷനാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ. ഇനി ഓരോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ ആ ഒരു മോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുറേ വൈബ്രേഷൻ്റെ ഉള്ളിൽ കുറേ റൊട്ടേഷൻ ഉണ്ടെന്ന് പറയും. ഇവിടെ ആണെങ്കിൽ എന്താണ് ഇലക്ട്രോണിക്കിൻ്റെ ഉള്ളിൻ്റെ ഇതിലാണെങ്കിൽ ഇലക്ട്രോണിക് ലെവൽസിൻ്റെ ഉള്ളിൽ വൈബ്രേഷൻ ലെവൽസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ റൊട്ടേഷൻ ലെവൽസ് ഉണ്ടാവും. അങ്ങനെയാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസിൻ്റെ ഡയഗ്രാം വരിക. അപ്പോൾ ഏറ്റവും പുറത്ത് ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെ ഉള്ളിൽ തന്നെ കുറേ വൈബ്രേഷണൽ ട്രാൻസിഷൻ, അതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലും കുറേ റൊട്ടേഷണൽ ട്രാൻസിഷൻ, അങ്ങനത്തെയാണ് വരിക. അപ്പോൾ ഈ വൈബ്രേഷണൽ സ്ട്രക്ചേഴ്സ് കോഴ്സ് സ്ട്രക്ചറാണ്. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫൈൻ അല്ലാത്തത്. റൊട്ടേഷണൽ ട്രാൻസിഷൻസ് ആണെങ്കിൽ ഫൈൻ സ്ട്രക്ചറാണ്. അത് കറക്റ്റായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ട്രക്ചറാണ്. കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടെ അത്രയ്ക്ക് ഫൈനല്ല, നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും, ഒരേപോലെ ആവണമെന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെപ്പറ്റി പറയും. അപ്പോൾ ഓരോ ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെ ഉള്ളിൽ വൈബ്രേഷണൽ ട്രാൻസിഷൻ ഉണ്ടാവും, അതിനുള്ളിൽ ഓൾറെഡി റൊട്ടേഷണൽ ട്രാൻസിഷൻസ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ എങ്ങനെയാണ് ഈ മൂന്ന് എനർജി ലെവൽസ് തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭയങ്കര വേരിയേഷനാണ്. ഡെൽറ്റ ഈ ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ചേഞ്ച് ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁻³ ഡെൽറ്റ ഈ വൈബ്രേഷണലാണ്. വൈബ്രേഷൻ എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്രയാണോ അതിൻ്റെ 10⁻³ മടങ്ങാണ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്. അതേസമയം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ 10⁻⁶ റൊട്ടേഷൻ എനർജി ലെവൽസിൻ്റെ ഇടയിലുള്ള എനർജി ഡിഫറൻസ്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് ഇലക്ട്രോണിക്കിൻ്റെ എനർജി എന്ന് പറയുന്നതാണ് ഹൈ എനർജി ആവശ്യമാണെന്ന് പറയുന്നത്. ഇനി ഈ മൂന്ന് എനർജി ഇലക്ട്രോണിക്, വൈബ്രേഷൻ, റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ ആണ്. ഇനി ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ വെച്ചിട്ട് നമ്മളിത് നമ്മൾ ഒന്ന് വാലിഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് 5 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഇലക്ട്രോണിക്കിൻ്റെ സ്പീഡ് വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഇത് ജസ്റ്റ് ഡെഫിനിഷൻ 5 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കും കേട്ടോ, 5 മാർക്കിന് ചോദിക്കും. അത് പറയുന്നത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്ന ഒരു സംഭവമാണ് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റും കൂടിയാണ്. അതിനെന്താണ് ഉദ്ദേശിക്കുന്നത്, അറ്റോമിക് ന്യൂക്ലിയയുടെ മോഷൻ ഇലക്ട്രോൺസിൻ്റെ മോഷൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആണ്. അതാണ് പറയുന്നത്. ഇലക്ട്രോൺസ് വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് ന്യൂക്ലിയസിൻ്റെ മോഷൻ വളരെ സ്ലോ ആണ്. ഓൾമോസ്റ്റ് അത് മൂവ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്കും സ്ലോ ആണെന്നുള്ളതാണ് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷനിൽ പറയുന്നത്. ന്യൂക്ലിയസ് ആർ എസെൻഷ്യലി സ്റ്റേഷനറി റിലേറ്റീവ് ടു ദ ഇലക്ട്രോൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് എന്താണ്, സ്റ്റേഷനറി ആണെന്ന് നമ്മൾ പറയാം. അതുകൊണ്ടാണ് ഈ മോളിക്യുലർ എനർജീനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇലക്ട്രോണിക്, വൈബ്രേഷണൽ, റൊട്ടേഷണൽ അങ്ങനെ കമ്പോണൻസ് ഓഫ് എനർജി ആയിട്ട് മാറാനുള്ള കാരണം എന്നുള്ളതാണ് ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ പറയണത്. ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ ചോദിക്കുമ്പോൾ ആദ്യം പറയുന്ന പോയിന്റ് ഇതാണ്, ഫാസ്റ്റാണ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്. ന്യൂക്ലിയസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് ന്യൂക്ലിയസ് സ്റ്റേഷനറി ആണെന്നുള്ള പോയിന്റ് പറയണം. പിന്നെ പറയേണ്ട കേസാണ് ഈ ഒരു ഇക്വേഷൻ. ഡെൽറ്റ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, കമ്പോണൻസ് ഉണ്ട്, 3 എനർജിയുടെ കമ്പോണൻസ് ഉണ്ട്. ഇലക്ട്രോണിക്, ഈ വൈബ്രേഷണൽ, ഈ റൊട്ടേഷണൽ. ഈ മൂന്ന് ഇൻഡിവിജ്വൽ എനർജീസിൻ്റെയും ടോട്ടൽ സമ്മാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ്റെ രണ്ടാമത്തെ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ 2 പോയിൻ്റാണ് അത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇനി നമ്മൾ ജൂൾസിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഡെൽറ്റ ഇ ടോട്ടൽ ഇസിക്കൽ ഡെൽറ്റ ഇ ഇലക്ട്രോണിക് പ്ലസ് ഡെൽറ്റ ഇ വൈബ്രേഷൻ പ്ലസ് ഡെൽറ്റ ഇ റൊട്ടേഷൻ എന്ന് പറയും. അതെല്ലാം സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഇക്ക് പകരം സ്മോൾ ലെറ്റർ ഇ അല്ല എപ്സിലോൺ ആ ഒരു സിംബൽ വെച്ചിട്ടാണ് നമ്മൾ പറയുക. സെയിം തന്നെയാണ് സംഭവം, 2 ഇക്വേഷൻ സെയിം ആണ്. ജൂൾ ആണെങ്കിൽ ക്യാപിറ്റലും സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ
എപ്സിലോണിൻ്റെ പോലെ എഴുതുന്ന സംഭവമാണ് പറയാം. ഇനി അടുത്ത ടോപ്പിക്കാണ് വൈബ്രേഷൻ ക്വാർട്സ് സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്താണ് റൊട്ടേഷൻ എനർജി നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടുള്ള കേസാണ് ഇതിൽ പറയാം. വൈബ്രേഷനും ഇലക്ട്രോണിക്കും മാത്രം എടുത്തിട്ടുള്ള കേസാണ്. കാരണം അത് വളരെ വളരെ ചെറുതാണ് റൊട്ടേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്തിട്ട് ഇലക്ട്രോണിക് എനർജിയും വൈബ്രേഷൻ എനർജിയും മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടോട്ടൽ ഇസിക്കൽ ടു ഈ ഇലക്ട്രോണിക് പ്ലസ് ഈ വൈബ്രേഷനിൽ നിന്ന് വരും. ജൂളിലാണെങ്കിൽ, മറ്റേതാണെങ്കിൽ എപ്സിലോണിൽ വരും, റൊട്ടേഷണൽ ഇല്ലാതെ. പിന്നെ നിങ്ങൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഈ ഇക്വേഷൻ ഇതും പിന്നെ വേറൊരു ഇക്വേഷൻ മാത്രമേ ഇതിൽ കാണപ്പെടാൻ പഠിക്കേണ്ടതുള്ളൂ. കാണപ്പെടാൻ പഠിക്കാൻ നിങ്ങളുടെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ടോട്ടൽ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് പ്ലസ് വൈബ്രേഷൻ എനർജിയുടെ ഇക്വേഷനാണ്. എന്താണ് ന്യൂ പ്ലസ് 1/2 ഒമേഗ ഇ ബാർ, ന്യൂ പ്ലസ് 1/2 ഒമേഗ ഇ ബാർ മൈനസ് എക്സ് സി ഇൻറ്റു നേരത്തെ പറഞ്ഞു ന്യൂ പ്ലസ് 1/2 സ്ക്വയർ ഒമേഗ ഇ ബാർ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും മറ്റേ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ. അപ്പോൾ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ആവശ്യമുണ്ട്. ഡെറിവേഷനും കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷേ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോട്ടൽ ഇസിക്കൽ ടു ഇലക്ട്രോണിക് പ്ലസ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഈ ടോട്ടൽ ഇസിക്കൽ ടു ഡെൽറ്റ ഇ ഇലക്ട്രോണിക് പ്ലസ് ഡെൽറ്റ ഇ വൈബ്രേഷണൽ, ന്യൂ ഇസിക്കൽ ടു 0, 1, 2, 3 എക്സെട്ര. അതാണ് ഇക്വേഷൻ. ഇതിൻ്റെ വൈബ്രേഷൻ ക്വാർട്സ് സ്ട്രക്ചറിൻ്റെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. അതുപോലെ നമുക്ക് വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ ഇതുപോലെ എഴുതാം. ന്യൂ ബാർ സ്പെക്ട്ര, അതായത് വേവ് നമ്പറിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത് ന്യൂ ബാർ എന്നുള്ളത്. എത്രത്തോളം വേവ് നമ്പർ ഫോട്ടോൺ എത്രത്തോളം അബ്സോർബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എമിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വേവ് നമ്പർ കാണിക്കാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ടി ഇലക്ട്രോണിക് പ്ലസ് ഡെൽറ്റ ജി വി, അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇതിൽ ഡെൽറ്റ ടി ഇലക്ട്രോണിക് എന്ന് പറയുന്നതാണ് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ്, ഇലക്ട്രോണിക് എനർജിയുടെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെൽറ്റ ടി ഇലക്ട്രോണിക് എന്ന് പറയുക. നമ്മളത് വേവ് നമ്പറിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഇനി ഈ ഇക്വേഷൻ തന്നെ, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ എപ്പോഴും എന്താണ് ഡബിൾ പ്രൈമും എക്സൈറ്റഡ് സ്റ്റേറ്റിനെ സിംഗിൾ പ്രൈമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. തെറ്റിക്കരുത്, ഗ്രൗണ്ട് സ്റ്റേറ്റിന് ഡബിൾ പ്രൈമും എക്സൈറ്റഡ് സ്റ്റേറ്റിന് സിംഗിൾ പ്രൈമും. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഈ ടോട്ടൽ എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെ മോഡിഫൈ ചെയ്തിട്ട് ന്യൂ ബാർ സ്പെക്ട്ര ഈസ് ഈക്വൽ ടു ഇ ഡാഷ് മൈനസ് ഇ ഡബിൾ ഡാഷ്, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റ് മൈനസ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ് മൈനസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇ ഡാഷ് മൈനസ് ഇ ഡബിൾ ഡാഷ് പ്ലസ് എന്ത് വരും, നേരത്തെ പറഞ്ഞ ന്യൂ പ്ലസ് 1/2 ഒമേഗ. അപ്പോൾ ഈ ഇക്വേഷൻ പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും തന്നെ എഴുതിയാൽ മതി. അതിൽ ആദ്യത്തെ ടേമിൽ നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇ ഡാഷ് മൈനസ് ഇ ഡബിൾ ഡാഷ് ആണ്, അല്ലെങ്കിൽ ഈ സിംഗിൾ പ്രൈം മൈനസ് ഈ ഡബിൾ പ്രൈം ആണ്. അപ്പോൾ ആദ്യത്തെ ടേമിൽ ന്യൂവിനും ഒമേഗയ്ക്കും സൈക്കും മൂന്നിനും എന്ത് ചെയ്യുക, നമ്മൾ സിംഗിൾ പ്രൈം ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഇതിനെല്ലാത്തിനും ഒരേ ബാർ പ്രൈം ഉള്ളത് കിട്ടും. ഇനി ഇത് മൈനസ് എന്ത് വരും, ഇതന്നെ ഈ ടേം തന്നെ എന്ത് ചെയ്യണം, ഡബിൾ പ്രൈം ഇട്ട് കൊടുക്കുക. ഈ മൂന്നെണ്ണത്തിന് ഡബിൾ പ്രൈം ഇട്ട് കൊടുക്കുക. സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൻ്റെ യൂണിറ്റിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ തന്നെ എനർജിയുടെ ഇക്വേഷനാണ്. ഇത് ഇവിടെ വരുമ്പോൾ അത് വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ ആവുമെന്ന് മാത്രം. ഒരു ടേം എക്സ്ട്രാ വരും, ഇ ഡാഷ് മൈനസ് ഇ ഡബിൾ ഡാഷ് പ്ലസ് എന്ത് വരും, ആദ്യം പ്ലസ് എഴുതണം പിന്നെ മൈനസ് എഴുതണം കേട്ടോ, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ വരിക. ഇനി ഒരു ഫിഗറാണ്. അപ്പോൾ ഇത്രയാണ് വൈബ്രേഷൻ ക്വാർട്സ് സ്ട്രക്ചറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഇനിയുള്ളത് ഫിഗറാണ്. ഇതായി ഒരു ഫിഗർ താഴെ കാണിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ന്യൂ ഡബിൾ ഡാഷ്, ഇപ്പോൾ ഡബിൾ പ്രൈം കൊടുക്കുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. അപ്പോൾ ന്യൂ ഡബിൾ ഡാഷ് ഇസിക്കൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ന്യൂ ഡാഷ് ഇസിക്കൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷനാണ് കാണിച്ചിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, എ എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ കർവിന് എന്താ പറയുക, മോഴ്സ് പൊട്ടൻഷ്യൽ എനർജി കർവ് എന്നാണ് പറയുക. ഈ ഷേപ്പിലുള്ള എല്ലാ കർവിനും നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താണ് പറയുക, മോഴ്സ് പൊട്ടൻഷ്യൽ എനർജി കർവ് എന്നാണ് പറയുക. ഇനി സാധാരണ കേസുകളിൽ ജനറലായിട്ട് എന്താണ് സംഭവിക്കുക, എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ വീക്കർ ബോണ്ടിങ് ആയിരിക്കും. നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നല്ല സ്ട്രോങ് ബോണ്ടായിരിക്കും ഉണ്ടാവുക. അവർ എക്സൈറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ ബോണ്ട് ഒന്ന് വീക്കർ ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലും, ബോണ്ട് ലെങ്ത് അല്ല, ബോണ്ട് രണ്ട് ആറ്റം തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. മുകളിലാണെങ്കിൽ കൂടുതലായിരിക്കും. കാരണം ബോണ്ട് ഒന്ന് വീക്കാവുമ്പോൾ അവർ തമ്മിലുള്ള അകലം കൂടാണല്ലോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഇക്വിലിബ്രിയം ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്, രണ്ട് ന്യൂക്ലിയസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതിനായിരിക്കും കൂടുതൽ, എക്സൈറ്റഡ് സ്റ്റേറ്റിലെ മോളിക്യൂളിനായിരിക്കും കൂടുതൽ. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിന് സിംഗിൾ പ്രൈമും ഗ്രൗണ്ട് സ്റ്റേറ്റിന് ഡബിൾ പ്രൈമായിട്ട് കാണിച്ചത് കൊണ്ട് ആ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് എഴുതാം, RE സിംഗിൾ പ്രൈം ഗ്രേറ്റർ ദാൻ RE ഡബിൾ പ്രൈം എന്ന് പറയാം.
അപ്പോൾ തെറ്റിക്കരുത്, ഡബിൾ പ്രൈം എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിനെയും ഇതിൽ എഴുതിയിട്ടുണ്ട്, എക്സൈറ്റഡ് സ്റ്റേറ്റിനാണെങ്കിൽ നമ്മൾ സിംഗിൾ പ്രൈം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കൂടുതൽ എക്സൈറ്റഡ് സ്റ്റേറ്റിനാണെന്ന് പറയാം, ബോണ്ട് കുറച്ചും കൂടെ വീക്കർ ആവുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം. ഇനി സാധാരണയായിട്ട് എക്സ് എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കൊടുക്കും, അതേ സെയിം മൾട്ടിപ്ലിസിറ്റി ഉള്ള എക്സൈറ്റഡ് സ്റ്റേറ്റുകളെ നമ്മൾ എന്ത് ചെയ്യും, എ ബി സി അങ്ങനെ ആ എനർജിയുടെ ഓർഡർ കൂടുന്നതനുസരിച്ച് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന് എ, പിന്നത്തേന് ബി, പിന്നത്തേന് സി, അങ്ങനെ പീരീഡാണ് ചെയ്യുക. ഈ ഗ്രാഫും പഠിക്കണം, എനർജി ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് രണ്ടും തമ്മിലുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെ ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ പിന്നെ പറയാനുള്ളത് പ്രോഗ്രഷൻ്റെ കാര്യമാണ്. പിന്നെ പറയാനുള്ളത് സെലക്ഷൻ റൂൾ. സാധാരണഗതിയിൽ ഇതിന് സെലക്ഷൻ റൂൾ ഇല്ല എന്നാണ് പറയുക, പക്ഷെ എന്നാലും ഒരു 2 സെലക്ഷൻ റൂള് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എഴുതണം. സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ലാപോർട്ടെ റൂള്, ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു +or-1 ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയുടെ എ പാർട്ട് ചോദിക്കും കേട്ടോ. ലാപോർട്ടെ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു +or-1 ഫോർ സെൻട്രോസിമെട്രിക് മോളിക്യൂൾ. സെൻട്രോസിമെട്രി ഉള്ള മോളിക്യൂളിന് എന്താണ് പ്രത്യേകത, ലാപോർട്ടെ റൂൾ എന്ന് പറയുന്നത് ഒബേ ചെയ്യണം, അതായത് ഡെൽറ്റ എൽ +or-1. പിന്നെ ഒബേ ചെയ്യേണ്ടത് സ്പിൻ സെലക്ഷൻ റൂളാണ്, ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു 0. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിൽ മാത്രമേ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ ലാപോർട്ടെ റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പാരിറ്റി, ചേഞ്ച് ഇൻ പാരിറ്റി. അത് ഒരൊറ്റ ചേഞ്ച് +or-1 ഒറ്റ ചേഞ്ച് മാത്രമുള്ള കേസാണ് വരിക. പിന്നെ സ്പിൻ അറിയാലോ, ഡെൽറ്റ എസ് 0 ആയിരിക്കണം, ടോട്ടൽ സ്പിന്ന് 0, ചേഞ്ച് 0 ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ അതായത് നമ്മൾ ഈ പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുണ്ട് GU, ജെറാൾഡ്, അൺജെറാൾഡ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓപ്പോസിറ്റ് പാരിറ്റി G to U അല്ലെങ്കിൽ U to G ആ ഒരു കേസിൽ മാത്രമേ ചേഞ്ച് ഇൻ പാരിറ്റി ഉണ്ടാവുള്ളൂ, അതായത് ഡെൽറ്റ എൽ വരുന്നത്. അപ്പോൾ ആ ചേഞ്ച് ഇൻ പാരിറ്റി സംഭവിക്കുന്ന കേസിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ ഒരു ട്രാൻസിഷൻ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. ജെറാൾഡ്, അൺജെറാൾഡ് ആ 2 സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ റൂള്. പിന്നെ നമ്മുടെ സാധാരണ സ്പിൻ സെലക്ഷൻ റൂള് ഡെൽറ്റ എസ് ഈക്വൽ ടു 0, ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആയിരിക്കണം. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അയച്ചുതരാം, അപ്പോൾ അതും കൂടെ പഠിക്കണം. ഇനി നമ്മൾ സാധാരണയായിട്ട് ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷന് ലേബൽ ചെയ്യുക ബ്രാക്കറ്റ് വെച്ചിട്ടുണ്ട്, ഇതുപോലെ ബ്രാക്കറ്റ് വെച്ചിട്ട് ന്യൂ സിംഗിൾ ബാർ ന്യൂ ഡബിൾ ബാർ. അപ്പോൾ ആദ്യം ഏതിലേക്കാണോ എക്സൈറ്റേഷൻ നടന്നത്, എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് ആദ്യം എഴുതുക, അതിനുശേഷം കോമ ഇട്ടിട്ട് എന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോവർ സ്റ്റേറ്റ് എത്രയാണോ അത് എഴുതും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ലേബൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഒരു ലേബൽ ചെയ്യുന്നത് അതാ ന്യൂ ബാർ 00 അങ്ങനെ പറയുന്നത് നമ്മുടെ അങ്ങനെയും വേണമെങ്കിൽ ലേബൽ ചെയ്യാം. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ 00 എന്ന് നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 10 എന്ന് ലേബൽ ചെയ്യുന്നത് എന്തായിരിക്കും, ഇപ്പോൾ 1 എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ്, 0 എന്ന് പറയുന്നത് എന്താ പറയുക ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതുപോലെ 20 എന്ന് പറയുമ്പോഴും അത് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇനി ഇതിൽ 00 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് നമ്മളതിനെ അഡയബാറ്റിക് ട്രാൻസിഷൻ എന്നും കൂടെ പറയും. ഏറ്റവും കുറവ് എനർജി ഉള്ള കാരണം കൊണ്ട്, വൈബ്രോണിക് എനർജി ഉള്ളതുകൊണ്ട് നമ്മളതിന് എന്ത് പറയും, 00 എന്ന് പറയുന്ന ട്രാൻസിഷൻ സ്റ്റേറ്റിനെ നമ്മൾ അഡയബാറ്റിക് ട്രാൻസിഷൻ എന്ന് പറയും. ഇനി നമ്മൾ ഈ ന്യൂ ബാർ 0 അതിന് നമ്മളെന്ത് പറയാറുണ്ട്, ന്യൂ ബാർ വരുന്ന വി ബാർ കേട്ടോ, വി ഡാഷ് വരുന്ന സംഭവങ്ങൾ നമ്മൾ പ്രോഗ്രഷൻസ് എന്ന് പറയും. വി ഡബിൾ ഡാഷ് =0 വരുമ്പോൾ അതൊരു പ്രോഗ്രഷനാണ്. വി ഡാഷ് എത്രയാണോ 1 ആണെങ്കിൽ 1 അങ്ങനെ വരുന്നത് എന്താണ്, അതും പ്രോഗ്രഷൻസ് എന്നാണ് പറയുക. അതായത് അങ്ങനെ ഹയർ ലെവലിലേക്ക് പോയി വരുന്ന ഒരു പ്രോഗ്രസ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മളതിനെ പ്രോഗ്രഷൻസ് എന്നും കൂടെ പറയാറുണ്ട്. എപ്പോഴും ഒരു യൂണിറ്റ് വെച്ചിട്ട് 0, 1, 2, 3 അങ്ങനെ ഓരോ യൂണിറ്റ് വെച്ചിട്ടാണ് കൂടുക. ഇനി നമ്മൾ ഈ കൂടുന്ന ഈ ട്രാൻസിഷൻസ് നമ്മളൊരു സെറ്റ് ഓഫ് ട്രാൻസിഷൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക, കുറച്ചധികം ട്രാൻസിഷൻസ് ആയിട്ടാണ് കിട്ടുക. നമ്മളതിനെ എന്ത് പറയും, ബാൻഡ് എന്ന് പറയും. കാരണം ലോ റെസൊല്യൂഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബ്രോഡായിട്ടാണ് അത് കാണുക, നേരോ ആയിട്ടല്ല. അപ്പോൾ ഇതൊരു ബാൻഡ്, ലൈനിനേക്കാളും കൂടുതലൊരു ബാൻഡ് പോലെയാണത് നമുക്ക് റെപ്രസെൻറ്റഡ് ആയിട്ട് കാണുക. അതുകൊണ്ട് നമ്മളതിനെ എന്ത് പറയും, ഈ സെറ്റ് ഓഫ് ട്രാൻസിഷൻസിനെ നമ്മൾ ബാൻഡ് എന്ന് വിളിക്കും. ഇനി നമ്മൾ വി ഡബിൾ പ്രൈം =0 അല്ലെങ്കിൽ 1 ലെവലിൽ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി റൂം ടെമ്പറേച്ചറിൽ. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എനർജി ലെവൽ ഡയഗ്രാം, പ്രോഗ്രഷൻ്റെ ഡയഗ്രാം. അതായത് ഇതിലെന്താ പ്രത്യേകത, ഇപ്പോൾ ഈ ഒരു ലെവൽ നോക്കുക,
ഇതിപ്പോൾ 0 v'(0) എന്ന് പറയുന്ന ഇതാണ് വരിക. ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് വരിക. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്താ പ്രത്യേകത? മുകളിലേക്ക് പോകും തോറും അല്ലെങ്കിൽ ഹയർ എനർജി ആവും തോറും അവർ തമ്മിലുള്ള ആ ഒരു രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ ലൈൻസിൻ്റെ ബാൻഡ് ക്രൗഡ് ടുഗദർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിങ്ങനെ ക്രൗഡായി ആ ബാൻഡ് ക്ലോസ് ആയി വരികയാണ് ചെയ്യുക ഇപ്പോൾ ഹൈ ഫ്രീക്വൻസി വരുന്ന സമയത്ത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? എൻഹാർമോണിസിറ്റി നമുക്ക് പറയാം. അപ്പോൾ അപ്പർ സ്റ്റേറ്റ് വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് എപ്പോഴും അൻഹാർമോണിക് ആയിട്ടുള്ള ഒരു ബാൻഡാണ് നമുക്ക് കിട്ടുക എക്സൈറ്റേഷൻ നടക്കുന്ന സമയത്ത്. അങ്ങനെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് സംഭവിക്കാറുണ്ട്? ഈ എക്സൈറ്റഡ് വൈബ്രേഷൻ ലെവൽസ് കൺവേർജ് കൂട്ടിമുട്ടാറുണ്ട്. അങ്ങനെയും പോസിബിൾ. അപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പോൾ 0-യിൽ നിന്ന് 1-ലേക്ക് 0-യിൽ നിന്ന് 2-ലേക്ക് അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ എല്ലാ ട്രാൻസിഷനും നമുക്ക് താഴെ എന്ത് എഴുതാം? 0 to 0, 1-ൽ നിന്ന് 0-ലേക്ക് 0-ൽ നിന്ന് 1-ലേക്ക് ആകുന്നത് 10 എന്നാണ് കൊടുക്കേണ്ടത്. 0-ൽ നിന്ന് 2-ലേക്ക് ആകുമ്പോൾ 20 എന്നാണ് കൊടുക്കേണ്ടത്. അങ്ങനെ പ്രോഗ്രഷൻസ് നമുക്ക് ഇങ്ങനെ ഒരു ബാൻഡായിട്ടും കാണിക്കും. അപ്പോൾ പ്രോഗ്രഷൻസിൻ്റെ ബാൻഡിൻ്റെ ഡയഗ്രാം ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കണം. പിന്നെ കുറച്ച് തിയറി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ടേംസ് ഒമേഗ, ഇ ബാർ അതുപോലുള്ള ടേംസ്, ഡബിൾ ബാറുള്ള ടേംസ് രണ്ട് പേര് നമുക്ക് ആദ്യമായി ഇക്വേഷനിൽ നമുക്ക് എന്ത് വേണമായിരുന്നു? നമ്മൾ ഈ ഒമേഗ, സൈ അങ്ങനത്തെ വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇ ഡാഷ് മൈനസ് ഇ ഡബിൾ ഡാഷ് ആ വാല്യൂ അതിന് തമ്മിലുള്ള സെപ്പറേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ബാൻഡിൻ്റെ ബാൻഡ് എനർജി ലെവൽ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിൽ എന്താണ് എക്സൈറ്റഡ് സ്റ്റേറ്റുകൾ കുറച്ചും കൂടെ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ സ്റ്റഡി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ പറയാനുള്ളത് ഈ എമിഷൻ സ്പെക്ട്രയിൽ കുറേ സൈറ്റുകൾ അവൈലബിൾ ആയിരിക്കാം. അതുപോലെ ഏതാണോ ഉള്ളത് ഡബിൾ പ്രൈം ഉള്ളത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈമും ഉണ്ടായിരിക്കും. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൽ പറയാനുള്ളൊരു ടേമാണ് വൈബ്രോണിക് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇലക്ട്രോണിക്കിൻ്റെയും വൈബ്രേഷണൽ ലെവലിൻ്റെയും തമ്മിലുള്ള ആ ഒരു ഇൻറ്ററാക്ഷനാണ് നമ്മൾ വൈബ്രോണിക് കപ്ലിംഗ് എന്ന് പറയും. വൈബ്രോണിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വൈബ്രേഷണലും ഇലക്ട്രോണിക്കും ഈ രണ്ട് ടേംസിൻ്റെ കോമ്പിനേഷനായിട്ടാണ് കൊടുക്കുക. ഇതും ഈ ബോൺ-ഓപ്പൺഹൈമർ അപ്രോക്സിമേഷനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ളതാണ്. അത്രയാണ് വൈബ്രോണിക് കപ്ലിങ്ങിനെ പറ്റി പറയാനുള്ളത്. ആ ടേം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയാണ് തുടക്കത്തിൽ വൈബ്രേഷണൽ കോയിൽ സ്ട്രക്ചർ പറയാനുള്ളത്, ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. അടുത്ത ടോപ്പിക്ക് വരുന്നത് ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ.